മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഓണപരീക്ഷ അടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം 7ാം ക്ലാസ്സിലെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയതാണ്. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഏതൊക്കെ ഭാഗത്തു നിന്നായിരിക്കും മിസ്സേ ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു പല ഡൗട്ടും എൻ്റെ മക്കൾക്ക് ഉണ്ടാവും. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് ഭക്തി പ്രസ്ഥാനം എന്നാൽ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ. ഭക്തി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കാദ്യം നോക്കാം. ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് യെസ്, ഭക്തി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫ് ഗോഡിന് മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ സബ്മിഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഭക്തി എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഈ ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, ഭക്തിയായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഐഡിയാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഭക്തി പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കിക്കോ. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെന്റ്. നമ്മുടെ ഭക്തിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും എല്ലാ ഐഡിയാസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നു, ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി മൂവ്മെന്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ ഭക്തി മൂവ്മെന്റിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്? ഓക്കെ, നിങ്ങളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് മക്കൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്താണെന്നറിയോ? അതായത് ഭക്തി പ്രസ്ഥാനത്തിലെ ഈ ഡിവോഷണൽ സോങ്സ് ഒക്കെ എഴുതൂലേ, അതായത് ഭക്തി ഗാനങ്ങളൊക്കെ എഴുതൂലേ, അത് എഴുതുന്നത് വെർണാക്കുലർ ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകളിലായിരുന്നു. അതിന്റെ കമ്പോസിഷനൊക്കെ, അതായത് നമ്മുടെ ഡിവോഷണൽ സോങ്സിന്റെ ഒക്കെ എന്താണ് കമ്പോസിഷനും സിംഗിങ്ങും ഒക്കെ എന്താണ് പ്രാദേശിക ഭാഷകളിൽ അല്ലെങ്കിൽ എന്താണ് വെർണാക്കുലർ ലാംഗ്വേജസിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നതും ആലപിച്ചിട്ടുണ്ടായിരുന്നതും. ഓക്കെ, ദെൻ എന്താണ് ദൈവത്തോട് കൂടുതൽ സ്നേഹവും സമർപ്പണവുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ദൈവത്തിന് മുമ്പിൽ എന്താണ് നമ്മളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുക അല്ലെ. ദെൻ അടുത്തത് ജാതി വ്യത്യാസം. ഈ ഒരു ഭക്തി മൂവ്മെന്റിലേക്ക്, ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു. ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഇവിടെ കാസ്റ്റ് ഒരു പ്രശ്നേ അല്ല, ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്താണ് ഭക്തി പ്രസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നു. അതാണ് ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ. സ്ത്രീകൾക്കും തുല്യമായ പങ്കാളിത്തം. ചില സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ചില പരിപാടികളിലൊക്കെ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്ര ഈക്വൽ പ്രയോറിറ്റി കിട്ടാറില്ല. പക്ഷെ ഭക്തി പ്രസ്ഥാനത്തിൽ സ്ത്രീകൾക്കും തുല്യമായ പങ്കാളിത്തമുണ്ട്. ദെൻ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധനയാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഡീപ് ഡിവോഷൻ ടു ബിലൗഡ് ഡയറ്റി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഭക്തി പ്രസ്ഥാനത്തിന്റെ ക്യാരക്ടറിക്സ് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇത്രയും സെറ്റ് അല്ല, ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ.